ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാജീവ് ഗുഡ് സാർ എന്നെ മോർണിംഗ്. വിശദമായിട്ട് പരിചയപ്പെടുത്തി. ഒരുവിധ ആളുകൾക്കൊക്കെ എന്നെ അറിയാമെങ്കിലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പുത്തൻ ആളുകൾ വന്നിട്ടുണ്ടാവും. അവർക്ക് വേണ്ടി ആ പരിചയപ്പെടുത്തൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്റെ വ്യക്തിപരമായ പേരിൽ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ 17 വർഷമായി ഞാൻ DXന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള എൻ്റെ ഏറ്റവും വലിയ യോഗ്യതയായിട്ട് ഞാൻ കാണുന്നത്. ഒരു ടീച്ചർ എന്ന നിലയിലോ അല്ലെ ഒരു ജോലി ആ ഒരു ലെവലിലല്ല, DXN കഴിഞ്ഞ 17 വർഷമായി ഞാൻ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആ പ്രോഡക്റ്റ് എനിക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രയോജനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 17 വർഷമായിട്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഏഹ് എനിക്ക് ആരോഗ്യപരമായിട്ട് കിട്ടിയ മെച്ചം കൂടാതെ എനിക്ക് സാമ്പത്തികമായിട്ട് എൻ്റെ ഫാമിലിക്ക് മെച്ചം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് ഓരോ വ്യക്തികൾക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്തിനെ എത്രത്തോളം ഈ DXN കമ്പനിയുടെ പ്രോഡക്റ്റുകൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കും, അതിനെക്കുറിച്ച് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ്സിലൂടെ നമുക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ചില ആളുകൾ ഹോം ഷോപ്പായിട്ട് നടത്തുന്നു, ചില ആളുകൾ ഒരു ജോലി പോലെ ഏറ്റെടുത്ത് നടത്തുന്നു. അപ്പം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അതുപോലെ തന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഇന്നത്തെ ഈ എൻ്റെ ഒരു കുറച്ച് സമയം കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം DXനിൽ നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടാൻ നമുക്ക് കാരണമായിട്ടുള്ള എന്ത് എന്ന് പറയുന്നത്, ഡോക്ടർ ലിംസിയോജിൻ. നമുക്കറിയാം DXന്റെ ഫൗണ്ടർ ആയിട്ടുള്ള അദ്ദേഹം അറിയപ്പെടുന്ന, അതായത് 180-ൽ പരം രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും അവരുടെ സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിച്ചേരാനും ഉപയോഗപ്പെടുത്തുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു വിഷനാണ് ഇവിടെ മുകളിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. പ്രൊമോട്ട് ഹെൽത്ത് ആൻഡ് വെൽത്ത് പ്ലസ് ഹാപ്പിനെസ്. ഹെൽത്തും വെൽത്തും അതിലൂടെ ഹാപ്പിനെസ്സുമാണ്. അപ്പോൾ ആ ഒരു ഹെൽത്ത് നമുക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ആ ഹെൽത്ത് നേടിയെടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്താനായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വിഷനായിരുന്നു. ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം നേടിക്കൊണ്ട് നമുക്ക് നല്ല മാതൃകയായി നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എനിക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനായിട്ട് അവസരം കിട്ടിയത് അദ്ദേഹത്തിന്റെ ആ ഒരു മിഷനിലൂടെയാണ്. അപ്പൊ ഞാൻ ഈ ഒരു സമയം അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഇമ്പോർട്ടന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് അറിയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോടായി ചോദിക്കുകയാണ്. നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് ആരാണ്? ഓരോരുത്തരുടെയും നമ്മുടെ നമ്മൾ പറയും ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, ഭർത്താവാണ്, അവർ നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയും. പക്ഷെ എൻ്റെ ഒരു അറിവ് വെച്ച്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ച്, ഭർത്താവോ ഭാര്യയോ ഒന്നുമല്ല നമ്മുടെ ലൈഫ് പാർട്ട്ണർ. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ നമ്മളോടൊപ്പം ഉള്ളത് ആരാണോ അതാണ് നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡി മാത്രമാണ് നമ്മൾക്ക് ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ ആ ബോഡിയെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു, അതുപോലെ ആ ബോഡി നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടും. നമ്മൾ അതിനെ കെയർ ചെയ്യുന്നില്ല എങ്കിൽ അത് നമുക്ക് പണി തരും എന്നുള്ളത് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്, അതിനുവേണ്ടി, ആ ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. അല്ലാതെ അതൊരു എക്സ്പെൻസ് ആയിട്ട് ആരും കാണരുത് എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇവിടെ DXN കമ്പനി 83-ൽ ആരംഭിച്ച കമ്പനിയാണ്. ഇന്ന് 32 വർഷം പിന്നിട്ടുകൊണ്ട് 180-ൽ പരം രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എന്തുകൊണ്ട് കമ്പനിക്ക് ഇത്ര വളർച്ച ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ കാരണമാണുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാരണം, ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നു എന്നുള്ളതാണ് കമ്പനിയുടെ പ്രത്യേകത. അതും അങ്ങനെയുള്ള കമ്പനികളിൽ നമ്പർ 1 കമ്പനിയാണ് DXN എന്ന് പറയുന്നത്. അപ്പം ഡോക്ടർ ലിംസിയോജിന്റെ ആ ഒരു വിഷൻ ഇന്ന് എത്രത്തോളം ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ അതിലധികം ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തവരുണ്ട്. ഒരുപാട് ആളുകൾ, ഒരു കാൽഭാഗം ജനങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടില്ല. അവിടെയാണ് ഇന്ന് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നവർക്ക് കുറച്ച് അറിവുകൾ നമുക്ക് നേടാനായിട്ട് പറ്റും. അത് ഉപയോഗപ്പെടുത്തണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു അവയർനെസ് കിട്ടിയതിനു ശേഷം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് തീരുമാനിക്കാവുന്നതാണ്. അപ്പോ ഈ DXN കമ്പനി നമുക്കറിയാം, ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് DXN കമ്പനി, അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയും. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്, അല്ലെങ്കിൽ എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് മനസ്സിലാക്കുമ്പോൾ പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിവില്ല. നമുക്ക് ആകെ സാധാരണ ജനങ്ങൾക്ക് അറിയുന്ന ഒരു ബിസിനസ് രീതി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കടകളാണ്. അതായത്
ഏതെങ്കിലും ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങള് നമ്മുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ അത് എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, അത് എങ്ങനെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, നമുക്ക് ആരോഗ്യപരമായിട്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ ഇതൊന്നും അറിയാനുള്ള ഒരു അവകാശം ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്ക് അവകാശമുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ ഒരു പിക്ചറിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പരമ്പരാഗത ബിസിനസ് എന്ന് കൊടുത്തിട്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വീട്ടില് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ഈ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഒരുപാട് ഇടനിലക്കാര്, ഇവിടെ ദേശീയ തലത്തിലുള്ള വിതരണക്കാരുണ്ട്, ഓരോ സ്റ്റേറ്റിലും വിതരണക്കാരുണ്ട്, ഓരോ ജില്ലയിലും വിതരണക്കാരുണ്ട്, ഓരോ ടൗണിലും ഹോൾസെയിൽ ഷോപ്പുകാരുണ്ട്. അതുകൂടാതെ ഒരുപാട് കൊച്ചു കൊച്ചു കടകള്, റീറ്റെയിൽ ഷോപ്പുകളുമുണ്ട്. അപ്പൊ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇത്രയും ആളുകളുടെ കയ്യിലൂടെ വന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള കൊച്ചു കൊച്ചു കടകളിൽ എത്തുമ്പോൾ അവിടെ പോയി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മൾ അവിടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ കമ്പനി കൊടുക്കുന്നതിനേക്കാളും 6-7 ഇരട്ടി വില കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് അനുസരിച്ചുള്ള ഒരു മൂല്യം അതിന് ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു സോപ്പിന്റെ കഥ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 5 രൂപയുടെ സോപ്പായിരിക്കും നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന 35-40 രൂപയ്ക്ക്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണോ അത്, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന നിറത്തിനും മണത്തിനും പതയ്ക്കും ഒക്കെ വേണ്ടി ചേർക്കുന്ന കെമിക്കലുകൾ നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ തുടർച്ചയായിട്ട് ആ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നു, 6-7 ഇരട്ടി വില കൊടുക്കുന്നു. ഇവിടെ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ 6-7 ഇരട്ടി വില അധികം കൊടുക്കുമ്പോൾ ഒരു ഗുണവുമില്ലാത്ത പ്രോഡക്റ്റ് നമ്മുടെ ആരോഗ്യത്തെ അത്രയധികം മോശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം. ആ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ കണ്ടതുപോലെ ഇടനിലക്കാരോ അതുപോലെ പരസ്യക്കാരെ ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ പരമ്പരാഗത ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പരസ്യത്തിലൂടെയാണ് നമ്മൾ ഓരോ പുതിയ സാധനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ കമ്പനിയും കൺസ്യൂമറും മാത്രമാണുള്ളത്. അതിനിടയിൽ ആകെയുള്ളത് കമ്പനിയുടെ സർവീസ് തരുന്ന ഒരു സെന്റർ മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കുക, DXN കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ വൺ വേൾഡ് വൺ മാർക്കറ്റ് കമ്പനിയാണ്. നമുക്കറിയാം, ലോകത്ത് എവിടെ നിന്ന് നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോഴും ഒരേ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത വൺ ഡ്രാഗൺ കമ്പനിയാണ്. അതായത് ഉൽപാദനം മുതൽ വിതരണം വരെ കമ്പനി നേരിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഇതിന്റെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും അതിന്റെ ക്വാളിറ്റിയിൽ 100% ഗ്യാരണ്ടി പറയാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന, കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനം കമ്പനിയുടെ സ്വന്തം ഫാക്ടറിയിൽ പ്രൊഡക്റ്റ് ആക്കി നേരിട്ട് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടി കമ്പനി ഓരോ പ്രദേശത്തും, അതായത് വലിയ വലിയ ടൗണുകളിലൊക്കെ സർവീസ് സെന്ററുകൾ കമ്പനി നേരിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ആ സർവീസ് സെന്ററുകളിൽ നമുക്ക് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് ഹെൽത്തിനെ എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നുള്ളതും ആ ഓരോ പ്രൊഡക്റ്റിലും എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്നും കൃത്യമായ ഒരു അവയർനെസ് നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാത്ത ആളുകളിലേക്ക് നമ്മൾ അവയർനെസ് എത്തിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു അറിവ് നമ്മൾ ഷെയർ ചെയ്താൽ നമുക്ക് അവിടെ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു. ഈ 2 കാര്യങ്ങളും കുറിച്ചുള്ള അറിവുകളും നമുക്ക് ആ സർവീസ് സെന്ററിൽ നിന്ന് കിട്ടുകയാണ്. ഇവിടെ കമ്പനിയും കൺസ്യൂമറും ഇടയിലുള്ള ഈ ഒരു സർവീസ് സെന്ററും അല്ലാതെ ഒരു പരസ്യമോ നോട്ടീസോ ഒന്നും ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തില് DXന്റെ ചരിത്രത്തില് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്പനി നമുക്ക് തരുന്ന ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെതായ മൂല്യമുണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയിലും വിലയിലും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇത്രയും നല്ലൊരു സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങള് എന്ത് ചെയ്യുന്നു, നമ്മളോടുള്ള പ്രതികരണം ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ്. കാരണം ഇന്ന് ഇത്രയും നല്ലൊരു ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തെ കുറിച്ച് ജനങ്ങള് എതിർക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മണി ചെയിൻ കമ്പനികൾ വ്യാപകമായതുകൊണ്ട് നല്ലതിനെയും ചീത്തയും തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ജനങ്ങൾക്ക് ഇല്ലാത്തതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള പല പ്രസ്ഥാനങ്ങളും എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനും ഒരുപാട് ചീറ്റിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ നല്ല സിസ്റ്റമായ ഡയറക്റ്റ് സെല്ലിങ്ങിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ജനങ്ങള് എതിർത്ത് പറയുന്നത്. അപ്പൊ ആ ഒരു അവയർനെസ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നിടത്ത് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന്
യുവജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരം എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു സാഹചര്യമാണ് നമുക്കിന്ന് നിലവിലുള്ളത്. കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം പല വീടുകളിലും ചെറുപ്പക്കാരില്ല, അവരൊക്കെ വിദേശത്തേക്ക് പോയിരിക്കുകയാണ് ജോലി അന്വേഷിച്ച്. പക്ഷേ ഈ യുവജനങ്ങൾക്കൊക്കെ വിദേശത്ത് നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ അവനവന്റെ വീട്ടിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ അവനവന്റെ നാട്ടിൽ ജീവിച്ചുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത് അവര് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പത്രമാധ്യമങ്ങൾ വിളിച്ചു പറയുമ്പോഴും പലർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത് 2025 ആകുമ്പോഴേക്കും 18 മില്യൺ യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയായി മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് ദ ബെസ്റ്റ് പ്രൊഫഷൻ ഇൻ ദ വേൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മളൊരു ഡോക്ടറോ അഡ്വക്കേറ്റോ അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടന്റോ അങ്ങനെയുള്ള ചില മേഖലകളെയാണ് നല്ല പ്രൊഫഷൻ എന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. മക്കളെ ഒക്കെ പഠിപ്പിക്കാൻ ഇത്തരം മേഖലകളിലേക്ക് മത്സരമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ആ മേഖലകളെക്കാൾ ഒക്കെ മികച്ച ഒരു പ്രൊഫഷനാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ അറിവോ കഴിവോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ഇതൊന്നും പരിഗണിക്കാതെ മറ്റുള്ള ഏത് മേഖലയിൽ നിന്ന് നേടാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ഡയറക്റ്റ് സെല്ലിംഗിൽ ഒരു സാധാരണക്കാരന് പോലും കഴിയുന്നു എന്നുള്ളതാണ്. ഈ ഒരു അറിവ് ജനങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തതാണ് ഈ ഒരു സിസ്റ്റത്തെ എതിർത്ത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇപ്പൊ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിൽ വന്നാൽ നമുക്ക് എങ്ങനെ അതിൽ വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകളിലേക്ക് ഞാൻ പോകാം. ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പുത്തൻ ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കമ്പനിയുടെ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കണം. ഇന്ന് വന്ന നാളെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന കമ്പനിയാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിലേക്ക് കാലെടുത്ത് വെക്കാവൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ സുപ്പീരിയോറിറ്റി ആണ്. ഈ പ്രൊഡക്റ്റ് എത്രത്തോളം ശ്രേഷ്ഠമാണ് അല്ലെങ്കിൽ ഇത് നമുക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടതാണ്, എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ ജനറോസിറ്റി ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ, ഈ മാർക്കറ്റിംഗ് പ്ലാൻ എത്രത്തോളം ലളിതമാണ് അല്ലെങ്കിൽ ഇത് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണോ ഇതിന്റെ പ്ലാന്, ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നിടത്താണ് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ DXN കമ്പനിയെ കുറിച്ചുള്ള ഈ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെറുതായൊന്ന് വിശദീകരിക്കാം. ഇത് DXNന്റെ വിവിധ രാജ്യങ്ങളിലുള്ള ഫാക്ടറികളാണ്. 93-ൽ ആരംഭിച്ച DXN ഇന്ന് 32 വർഷം പിന്നിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഡോക്ടർ ലിംസിയോജിന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മലേഷ്യയിലെ ഒരു ഒറ്റമുറിയിൽ ആരംഭിച്ച ഒരു ഫാക്ടറിയാണ് DXN എന്നുള്ളത്. പക്ഷേ ഇന്ന് ഇത്രയും വിശാലമായ ഫാക്ടറികളും പല രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 8 രാജ്യങ്ങളിലായി കമ്പനിക്ക് ഫാക്ടറികളുണ്ട്. 6 ഫാക്ടറികൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുക, കമ്പനിയുടെ എല്ലാ ഫാക്ടറികളെ എടുത്താലും ഏറ്റവും വലിയ ഫാക്ടറി ഇന്ത്യയിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. സിദ്ദിപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് തെലങ്കാനയിലെ കമ്പനിയുടെ ഫാക്ടറി അത്രയും അതായത് മലേഷ്യയിലേക്കാളും 3 ഇരട്ടി വലിപ്പമുള്ള ഫാക്ടറിയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്രയും വലിയ എമൗണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനി പൊട്ടിപ്പോകുമോ, അതിലേക്ക് കടന്നു വന്നാൽ നമ്മൾ പരാജയപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് സാമാന്യ ബുദ്ധി മതിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദുബായ് പാലസിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ്. ഇവിടെ ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു കോഫി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കാപ്പി കച്ചവടത്തിന് വേണ്ടി പോയതാണ് ഡോക്ടർ ലിംസിയോജൻ എന്ന്. ഒരിക്കലുമല്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് കമ്പനിയുടെ മാനേജേഴ്സ് ആണ്. അപ്പൊ ഇവരെ കമ്പനി ദുബായ് രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടാണ് കമ്പനിയുടെ മാനേജർമാരും ഡോക്ടർ ലിംസിയോജനും ആ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയ ദുബായ് ഭരണാധികാരികൾ എടുത്ത തീരുമാനം അവിടുത്തെ ജനങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിപ്പിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇവരെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. ഈ ചർച്ചയുടെ ഭാഗമായി ഇന്ന് ദുബായിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദക്ഷൻ മിഡിൽ ഈസ്റ്റ് ഫുഡ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞ് ഇത്രയും വലിയൊരു ഫാക്ടറിയാണ് അവിടെ ദുബായ് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടി കമ്പനി അവിടെ ഇന്ന് പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ ഇത്രയും ദുബായ് ഗവൺമെന്റ് ഈ ഒരു കമ്പനിയെ ഇത്രയും കൈനീട്ടി സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സൗദി അറേബ്യയിൽ ഇന്ന് കമ്പനിക്ക് ഫാക്ടറികൾ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു MLM കമ്പനി സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം. അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ
പ്രവർത്തിക്കുന്ന ഒരേ ഒരു MLM കമ്പനി എന്ന് പറയുന്നത് DXN മാത്രമാണ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ദുബായിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഫാക്ടറി ഒക്കെ സ്ഥാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റെബിലിറ്റിയെ കുറിച്ചും അല്ലെങ്കിൽ ആ കമ്പനിയുടെ ജെനുവിനിറ്റിയെ കുറിച്ചും ഒക്കെ കൃത്യമായി ബോധ്യപ്പെടാതെ സൗദി അറേബ്യ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ ഇത്തരം ഒരു കമ്പനി അവിടേക്ക് പ്രവേശിക്കാനായിട്ട് അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇത്രയും പടർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു DXN കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള തെലങ്കാനയിലെ ഫാക്ടറിയുടെ ഗേറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണിച്ചു തരുന്നത്. കാരണം ഈ ഒരു ചിത്രം നമുക്കറിയാം കൂണിന്റെ ആകൃതിയിലാണ്. ഗേറ്റിന്റെ അവസ്ഥ ഇതാണെങ്കിൽ അതിനുള്ളിലുള്ള ഫാക്ടറി എത്രത്തോളം വലുതായിരിക്കും അല്ലെ. ഇപ്പൊ നേരിട്ട് ആ ഒരു ഫാക്ടറി ഇപ്പൊ കാണിച്ചു തരാൻ എനിക്ക് നിർവാഹമില്ല, പക്ഷെ ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, അടുത്ത മാസം ഈ ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി ഫ്രീ ആയിട്ട് ഞങ്ങൾ ഒരു 50 പേർക്ക് കേരളത്തിൽ നിന്ന് തന്നിട്ടുണ്ട്. ഇനി ഒരു ക്ലാസ്സുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ഒറിജിനൽ പിക്ചറുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഇന്ന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ച് ഒന്ന് പരാമർശിക്കാതെ പോകാനായിട്ട് തരമില്ല. കാരണം ജീവിതശൈലി രോഗങ്ങളിൽ ജീവിതം തകർന്ന കേരളം എന്ന് പറഞ്ഞ് ഈ പത്ര റിപ്പോർട്ട് നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് താഴെ കൊടുത്തിട്ടുണ്ട് അറിയാം. നമുക്കറിയാം, പ്രമേഹവും ഹൃദ്രോഗവും വൃക്കരോഗവും പക്ഷാഘാതവും എല്ലാം, അതായത് പകരാത്ത രോഗങ്ങളെല്ലാം ഏത് ഗണത്തിൽപ്പെടുന്നതാണ്? ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതാണ്. അപ്പം പ്രമേഹത്തിന്റെ നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ് ഈ പത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രമേഹത്തിന്റെ തലസ്ഥാനം എന്ന് കേരളത്തെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കേരളം ആരോഗ്യ മേഖലയിൽ നല്ലൊരു അവസ്ഥയിലല്ല ഉള്ളതെന്ന് ചിന്തിക്കാനായിട്ട് ഈ പത്ര റിപ്പോർട്ടുകൾ മാത്രം മതി. അതുപോലെ തന്നെ പ്രമേഹം മൂലം കാൽ മുറിച്ചു മാറ്റൽ 50 വയസ്സിൽ താഴെയുള്ള രോഗികളുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനമെന്ന് പറയുന്നത് ഞാനല്ല, ഇവിടെ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമാണ്. അതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഷുഗർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻസുലിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ഗുളിക കഴിച്ചിട്ടോ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാമെന്ന് കരുതുന്ന ആളുകളാണ് പല ആളുകളും. പക്ഷെ അവർ കാണണം ഈ ചിത്രം. എത്ര മരുന്നുകൾ കഴിച്ചാലും എന്തൊക്കെ ചെയ്താലും അവർക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെയാണ് ഇത്തരം കാലുകളെയാണ് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിന് നമുക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആകെ മരുന്ന് മാത്രമാണ് അല്ലെ. അപ്പൊ ഇവിടെ ഹൃദ്രോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 മാസത്തിനിടെ ഹൃദ്രോഗ ചികിത്സ തേടിയത് 40,000 പേര്. ഒരു ഹോസ്പിറ്റലിന്റെ കണക്കാണിത്. അതുപോലെ തന്നെ 10 വർഷത്തിനിടെ 50 കോടി ജനങ്ങൾ ഹൃദ്രോഗികളും പ്രമേഹ രോഗികളുമാകും. ഇതെല്ലാം നമ്മുടെ പത്ര റിപ്പോർട്ടുകളാണ്. ഇതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത വർഷത്തോടു കൂടി 16 ലക്ഷം ആവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഒരു വർഷം പുതുതായിട്ട് 60,000 ക്യാൻസർ രോഗികൾ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, അടുത്ത വർഷം 16 ലക്ഷം ക്യാൻസർ രോഗികൾ, പിന്നെ ഓരോ വർഷം 60,000. അങ്ങനെ ഒരു 4-5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? രോഗികളെ കൊണ്ട് നിറയും. അതുപോലെ അർബുദം, ഭാരതത്തിൽ മരിക്കുന്ന പ്രതിദിനം 50 കുട്ടികൾ. ഇതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ രോഗികളായി മാറുന്നത്? അതുപോലെ വൃക്കരോഗങ്ങൾ കുട്ടികളിൽ ഇരട്ടിയാകുന്നു. ഇതിനെല്ലാം കാരണം പറഞ്ഞിട്ടുണ്ട്. സിന്തറ്റിക് രാസവസ്തുക്കള്, കൃത്രിമങ്ങൾ, നിറങ്ങൾ ചേർന്ന ഭക്ഷണങ്ങള്, മരുന്നുകള്, കീടനാശിനി പ്രയോഗങ്ങൾ എല്ലാം ഇതിന് കാരണമാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മലയാളിയുടെ ഭക്ഷണം സർവത്ര വിഷമയം എന്നാണ് പത്ര റിപ്പോർട്ട്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം പ്രതിവർഷം 10 കോടി രോഗികൾ ഉണ്ടാകുന്നു എന്ന് പത്ര റിപ്പോർട്ട് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തെക്കുറിച്ചും, നമ്മളുടെ അടുക്കളയിലുള്ള ഉപ്പ്, നമ്മളുടെ വീട്ടിലെ പച്ചക്കറി, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഭക്ഷണ സാധനങ്ങളും എല്ലാം ഈ പത്ര റിപ്പോർട്ടുകൾ നമ്മളെ അറിയിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇതിനൊക്കെ ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ഓരോരുത്തരും ചിന്തിക്കുന്നു മരുന്ന് കഴിച്ചു മാറാൻ. കാരണം സർക്കാർ ആശുപത്രിയിൽ മരുന്നുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ ധാരാളമാണ് നമ്മുടെ ഇടയിൽ. അവിടെ മനസ്സിലാക്കണം, ഏറ്റവും അധികം മരുന്ന് കഴിക്കുന്ന കേരളം, 8,000 കോടി രൂപയുടെ അലോപ്പതി മരുന്ന് കഴിക്കുന്ന കേരളത്തില് എന്താണ് അവസ്ഥ എന്ന് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു അല്ലെ. ഒരു 3 വർഷത്തിനിടെ 30 കോടിയുടെ ഡോളർ വിഴുങ്ങിയ, അതായത് പനിക്ക് കൊടുക്കുന്ന ഗുളിക 30 കോടിയുടേതാണ് കഴിച്ചു തീർത്തത്. അത്രയും കോടി രൂപയുടെ നല്ല ഭക്ഷണമാണ് ജനങ്ങൾ കഴിക്കുന്നതെങ്കിൽ അവസ്ഥ നേരെ തിരിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ മരുന്ന് ഒന്നിനും പരിഹാരമല്ല എന്ന വിദഗ്ധരായ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നു. രോഗം മൂലം മരിക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ മരുന്നുകളുടെ പാർശ്വഫലം മൂലം മരിക്കുന്നുവെന്ന് ഡോക്ടർ BM ഖഡ്ഗെ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഹൃദ്രോഗ വിദഗ്ധനാണ്. അദ്ദേഹം പറയുന്നു അതിനുള്ള ഒരു പരിഹാരം മരുന്നല്ല,
ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കാണേണ്ടത്? ഇന്ന് ഒരുപാട് ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല മരുന്ന് ഒഴിവാക്കണം. ഇതിനുള്ള ഏക പ്രതിവിധി മരുന്ന് കഴിക്കാതിരിക്കുക എന്നുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ മരുന്ന് കഴിക്കാതിരിക്കണമെങ്കിൽ നമ്മളാരും കൊതി കൊണ്ട് മരുന്ന് കഴിക്കുന്ന ആളുകളല്ല. അസുഖം വരുമ്പോൾ നിർവാഹമില്ലാതെ കഴിക്കുകയാണ്. അപ്പൊ ആ മരുന്ന് കഴിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് അസുഖം വരാതിരിക്കണം എന്നുള്ളതാണ്. അസുഖം വരാതിരിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു മാർഗം ഒന്ന് മാത്രമാണ്, നല്ല ഭക്ഷണം കഴിക്കണം. ഈ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് നമുക്ക് ലഭ്യമാവണം. ഇപ്പൊ നമ്മള് ഇത് കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, നാളെ നമ്മുടെ വീട്ടിൽ ക്യാൻസറോ ഹാർട്ട് അറ്റാക്കോ അതുപോലെ കിഡ്നി ഫെയിലിയറോ പോലെയുള്ള മാരകമായ രോഗങ്ങൾ വന്നു പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? നമ്മുടെ അടുക്കളയിൽ തയ്യാറാക്കുന്ന ഏതെങ്കിലും ഒരു നല്ല ഭക്ഷണം ഉണ്ടോ? എല്ലാം എന്താണ്? സർവത്ര വിഷമയമാണ്. പക്ഷെ അതിനൊരു മാറ്റം വന്നില്ല എങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ കഴിഞ്ഞ പത്ര റിപ്പോർട്ടുകളിലൂടെ വായിച്ചു വന്നത്. ഇവിടെ ആരോഗ്യകരമായ ഭക്ഷണത്തിന് കുടുംബത്തിൽ തന്നെ പ്രാധാന്യം നൽകണം. ഒരാളോ രണ്ടുപേരോ നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ടായില്ല. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം നല്ല ഭക്ഷണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളിൽ നിന്നാണ്. കാരണം അത്രയധികം കുട്ടികൾ കിഡ്നി പേഷ്യന്റും അതുപോലെ ക്യാൻസറും ഹാർട്ട് അറ്റാക്കും, ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 8 വയസ്സുള്ള ഒരു കുട്ടി അറ്റാക്ക് വന്ന് മരിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഭക്ഷണത്തിന്റെ വിഷാംശം. അതാണ് പ്രധാന കാരണമായി നമ്മൾ എടുത്തു പറയേണ്ടത്. ഇവിടെ പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ ഇന്ത്യക്കാർ മുഴുവൻ രോഗികളാവും. പ്രത്യേകിച്ച് സ്ത്രീകളെ എടുത്തു പറയുകയാണ്. ഇത് നമുക്ക് മുന്നറിയിപ്പ് തരുന്ന ലോകാരോഗ്യ സംഘടനയാണ്. അതിനുള്ള കാരണം കൂടി ഇവിടെ പറയുന്നുണ്ട്. പോഷകാംശം കുറവെന്ന് പഠനം തെളിയിക്കുന്നു. പോഷകാംശം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തില്? അതായത് കോശങ്ങൾക്ക് ശേഷി കുറയും, പ്രവർത്തന വൈകല്യം ഉണ്ടാകും, ശരീരം രോഗാവസ്ഥയിലാവും. പോഷകാംശം കുറയുന്നത് മാത്രമല്ല നമ്മുടെ രോഗകാരണം, അത് പ്രധാന കാരണങ്ങളിൽ ഒന്നാണെങ്കിൽ ഈ ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് വരുന്ന വിഷാംശമാണ് നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്ന മറ്റൊരു സംഗതി. നമുക്കറിയാം, നമ്മുടെ ശരീര കോശങ്ങൾക്ക് വേണ്ടുന്നതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, വേണ്ടാത്തത് ധാരാളം നമ്മൾ കൊടുക്കുന്നു. അതാണ് നമുക്ക് ഈ ജീവിതശൈലി രോഗത്തിന്റെ പ്രധാന കാരണം. അത് പരിഹരിക്കാൻ പറ്റാത്തടത്തോളം ഏത് മരുന്നുകൊണ്ടും നമുക്ക് രോഗവിമുക്തി ഉണ്ടാവാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സെല്ലുകൾ ഡാമേജ് ആവുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? സെല്ലുകൾ ഡാമേജ് ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞു. ഒന്ന്, വിഷം, ധാരാളം കെമിക്കലുകൾ ഭക്ഷണത്തിലൂടെയും വായുവിലൂടെയും വെള്ളത്തിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. ആ സെല്ലുകളിലെ ഊർജോൽപാദനം നടക്കാതെ വരുന്നു. അവിടെ സെല്ലുകൾ ഡാമേജ് ആവുന്നു. ആ സെല്ലുകൾ ഡാമേജ് ആവാതിരിക്കാൻ നമ്മുടെ മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്ന ആ സെല്ലുകളിലേക്ക് വന്നു കൂടുന്ന വിഷമാലിന്യങ്ങളെ പുറത്തു കളയുക എന്നുള്ളതാണ്. ആ പ്രവർത്തനത്തെയാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വേണ്ടത്ര പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാതെയും സെല്ലുകളിൽ ഊർജോൽപാദനം തടസ്സപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുകയാണ്. അതാണ് ലോ ഇമ്മ്യൂണിറ്റി. അപ്പൊ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? സപ്ലിമെന്റേഷൻ ആണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്രതിരോധ ശേഷി കുറയുന്നിടത്ത് നമ്മുടെ ബോഡി അസിഡിക്കായി മാറുകയാണ്. അസിഡിക് ബോഡിയിൽ എന്ത് സംഭവിക്കും? ബോഡിയുടെ ബാലൻസ്, അതായത് സിസ്റ്റം തകരാറിലായി പ്രവർത്തിക്കും, സിസ്റ്റം തെറ്റായി പ്രവർത്തിക്കും. അതാണ് ഇംബാലൻസ് ഓഫ് ബോഡി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനുള്ള പരിഹാരം നമ്മുടെ ബോഡിക്ക് എന്തൊക്കെയാണ് ന്യൂട്രീഷൻ ആവശ്യമുള്ളത് അത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഉള്ളിലേക്ക് വരുന്ന മാലിന്യങ്ങളെ പുറത്തു കളയും, ശരീരത്തിലേക്ക് ആവശ്യമുള്ള സപ്ലിമെന്റുകൾ നമ്മൾ കൃത്യമായി കൊടുക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ജീവിതശൈലി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ ഹെൽത്തി ആകും. സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ ഓരോ കലകളും. ആ കലകൾ ആരോഗ്യം കൈവരിക്കുമ്പോൾ കലകൾ കൊണ്ടുണ്ടാക്കിയ അവയവങ്ങൾ ആരോഗ്യം നേടും. ആ അവയവങ്ങൾ അതിന്റെ ജോലി കൃത്യമായി ചെയ്യുന്നിടത്ത് നമ്മുടെ സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കും. ഈ സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ബോഡി ആരോഗ്യത്തോടെ ഇരിക്കും. അവിടെ ആ ബോഡിക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവും. ഇതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇന്ന് നമ്മൾ ആരോഗ്യ സെല്ലുകൾ കേടുവന്ന് ഡാമേജ് ആയി, പ്രതിരോധ ശേഷി കുറഞ്ഞ് ബോഡി അസിഡിക്കായി, ബോഡിയുടെ ബാലൻസ് തെറ്റുമ്പോൾ നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് കെമിക്കലാണ്, അല്ലെങ്കിൽ മരുന്നുകളാണ്. ആ മരുന്നുകൾ പറ്റില്ല എന്നാണ്, മരുന്നുകൾ പോരാ നമുക്ക് ആരോഗ്യം കൈവരിക്കാൻ എന്നാണ് ഡോക്ടർ BM ഖഡ്ഗെ സൂചിപ്പിച്ചത്. ഇവിടെയാണ് നമ്മളുടെ DXന്റെ പ്രൊഡക്റ്റുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. DXN നമുക്കറിയാം, DXന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആണ് ഗാനോഡർമ ലൂസിഡം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു മരക്കൂണ്. ഇത് തന്നെ നമുക്കറിയാം, 6 തരത്തിലുള്ള കൂണുകളാണ് DXന്റെ പ്രത്യേകത. അതായത് നമ്മൾ ചെമ്പരത്തിപ്പൂവ് പല കളർ കണ്ടിട്ടുണ്ട്, റോസാപ്പൂവ് പല കളർ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാനോഡർമ എന്ന വർഗത്തിൽപ്പെട്ട 6 ഇനം കൂണുകളെ, അതിന്റെ ഗുണങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ടിഷ്യൂ കൾച്ചർ മെത്തേഡിലൂടെ ഒറ്റയൊരു വിത്തുണ്ടാക്കിയിട്ട് ആ വിത്ത് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു കമ്പനി DXN ആണെന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ DXന്റെ ഗാനോഡർമയോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു കമ്പനിക്കും അത്തരം പ്രൊഡക്റ്റുകൾ, അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നൽകാനാവില്ല. ഈ ഒരു ടെക്നോളജി നമ്മുടെ ഫൗണ്ടർ
ആയിട്ടുള്ള ഡോക്ടർ ലിംസിയോജിന്റെ മാത്രം പരിശ്രമത്തിന്റെ ഫലമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഡീടോക്സിഫിക്കേഷന് ഗാനോഡർമ സഹായിക്കും, സെല്ലുകൾ റീജനറേഷൻ ചെയ്യാനായിട്ട് സഹായിക്കും, റീജുവനേഷൻ നടക്കും. അതുപോലെ സ്കാനിങ് പവർ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും രോഗങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിച്ചു തരാനൊക്കെ സാധിക്കുന്നു. ഹോർമോണിനെ ബാലൻസ് ചെയ്യിപ്പിക്കും. ആന്റി ക്യാൻസറസ് ആണ്, ക്യാൻസർ വരാതിരിക്കാൻ ഇതിലെ ഘടകങ്ങൾ നമ്മളെ സഹായിക്കും. ആന്റി ഏജിങ്, അങ്ങനെ ഒരുപാട് 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 പ്രത്യേകതകൾ ഉള്ളതാണ് ഗാനോഡർമ. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ 700ഓളം ഔഷധ പോഷക ഘടകങ്ങൾ അടങ്ങിയതാണ് ഗാനോഡർമ എന്ന് പറയുന്ന ഈ ഒരു മഷ്റൂം. ഇതിനെയാണ് നമ്മൾ DXN നമുക്ക് എന്ത് ചെയ്യുന്നത്, 2 പ്രായത്തിൽ തയ്യാറാക്കി തരികയാണ്. 21 ദിവസം പ്രായമുള്ള കൂണിന്റെ പൗഡറിനെ ഗാനോസീലിയം എന്ന പേരിലും 90 ദിവസം പ്രായമായ ഗാനോഡർമ കൂണിനെ ഋഷിഗാന എന്ന പേരിലും 2 ബോട്ടിലുകളിലായി നമുക്ക് ക്യാപ്സൂളായി തന്നിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, തെങ്ങിലുണ്ടാവുന്ന കരിക്കും തേങ്ങയും പോലെയാണ് ഇതിന്റെ ഗുണം. കരിക്ക് കുടിച്ചാൽ നമുക്ക് ക്ഷീണം മാറുന്നത് അതിൽ ധാരാളം പോഷകങ്ങൾ ഉള്ളതുകൊണ്ടാണെങ്കിൽ, തേങ്ങയിൽ നമുക്ക് എണ്ണ കിട്ടുന്ന ആ ഘടകങ്ങൾ ചേഞ്ച് ആയി വരുന്നത് കൊണ്ടാണ്. അതേപോലെ ഗാനോഡർമയിലും സംഭവിക്കുകയാണ്. 21 ദിവസം പ്രായമുള്ള ഗാനോഡർമയിൽ നമ്മുടെ ശരീരകോശങ്ങൾക്ക് ആവശ്യമുള്ള ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ വളർച്ചയെത്തിയ കൂണില് ധാരാളം ഔഷധ പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഇളം പ്രായത്തിലുള്ള കൂൺ അല്ലെങ്കിൽ ഗാനോസീലിയം നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാൽ, നമ്മുടെ ശരീരത്തിന്റെ കുറവുകൾ പരിഹരിക്കുമ്പോൾ, ഋഷിഗാനോ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാൽ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളഞ്ഞ് ശരീരത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നു. ഇത് 2ആയി തയ്യാറാക്കി തരുന്നു. നമ്മളിത് കഴിക്കുന്ന സമയത്ത് 2ൽ നിന്നും ജോഡി ചേർത്ത് വേണം നമുക്ക് കഴിക്കാൻ. എത്ര വേണമെങ്കിലും നമുക്കിത് കഴിക്കാം, കാരണം ഇത് മരുന്നല്ല, ഭക്ഷണമാണ്. DXന്റെ ഒരു പ്രോഡക്റ്റും മരുന്നല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. കാരണം മരുന്ന് രോഗികൾ മാത്രം കഴിക്കുന്നതാണെങ്കിൽ ഭക്ഷണം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അപ്പം ഈ ഗാനോഡർമയെ കുറിച്ച് നിരവധി പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അർബുദം തടയാൻ കൂണെന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത് തൃശൂർ അമല ക്യാൻസർ സെന്ററിലെ ഡോക്ടർ KK ജനാർദ്ദനാണ്. അതുപോലെ ഗാനോഡർമ ഔഷധ കൂണുകളിൽ ഒന്നാമൻ, ഔഷധക്കൂൺ വികസിപ്പിച്ചു, ഋഷി മർത്യനെ അമർത്യനാക്കും, ഒരുപാട് ഒരുപാട് റിപ്പോർട്ടുകൾ ഗാനോഡർമയെ കുറിച്ചുണ്ട്. കർഷകശ്രീ റിപ്പോർട്ട് ചെയ്ത് ഗാനോഡർമ സർവ്വരോഗ സംഹാരി എന്ന് പറഞ്ഞാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിനെ മരുന്നെന്ന രൂപത്തിലല്ല ഇത് മറ്റൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല ഭക്ഷണമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ യൗവനം നിലനിർത്താൻ ആന്റി ഓക്സിഡന്റുകൾ എന്ന് പറയുന്നു. ഈ ആന്റി ഓക്സിഡന്റുകളിൽ നമ്പർ 1 ആണ് ഗാനോഡർമ. DXN ഒരു ഗാനോഡർമ കൂണിന്റെ ഉൽപാദനവുമായിട്ടാണ് DXN കമ്പനി സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ, ഇന്ന് ഗാനോഡർമ കൂടാതെ DXന്റെ കയ്യിൽ മറ്റു ചില പ്രധാനപ്പെട്ട കൂണുകൾ കൂടിയുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കൂണാണ് കോഡിസെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കോഡിസെപ്പ് കൂണുകളിലെ പൊന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ഇന്ന് കൃഷി ചെയ്യാനായിട്ട് മറ്റാളുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് നമുക്കറിയാം, ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു കൂണ് തരുന്നുണ്ട്. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനും, അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും, രക്തോട്ടം കറക്റ്റ് ആകാനും, ലിവറിന്റെ ഫംഗ്ഷനും കിഡ്നിയുടെ ഫംഗ്ഷനും ഒക്കെ കറക്റ്റ് ചെയ്യാനും, കൊളസ്ട്രോളിന്റെ ലെവലിനെ നോർമലൈസ് ചെയ്യാനും, ഹോർമോണിന്റെ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ക്യാൻസർ വരാതിരിക്കാൻ നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന, അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കൂണാണ് കോഡിസെപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്കിന്ന് ക്യാപ്സ്യൂൾ ആയിട്ടും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കോഫി ആയിട്ടും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് DXന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൂണാണ് ലയൺസ് മെയിൻ എന്ന് പറയും. സിംഹത്തിന്റെ താടി എന്ന അർത്ഥമുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നും. ഈ ഒരു കൂണും ഇന്ന് DXന്റെ പ്രൊഡക്റ്റുകളിൽ പെടുന്നു. ഇത് നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആണ് സ്പൈറുലിന എന്ന് പറയുന്നത്. ഒരു കടൽപ്പായലാണ്. ഇതിനെ നമുക്ക് എന്താ പറയാ, ലോകാരോഗ്യ സംഘടന ഇന്ന് മുഴുവൻ ജനങ്ങളും നിർബന്ധപൂർവ്വം കഴിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഭക്ഷണമാണ് സ്പൈറുലിന എന്ന് പറയുന്ന ഈ ഒരു പായല്. ഇത് നമുക്ക് DXN ക്യാപ്സ്യൂൾ രൂപത്തിലും ടാബ്ലറ്റ് രൂപത്തിലും, അതുപോലെ ഓട്സിൽ ചേർത്തും ബിസ്ക്കറ്റ് രൂപത്തിലും പൗഡർ രൂപത്തിലും എല്ലാം നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്പൈറലിനെ കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിരോധ ശേഷി. നമുക്കറിയാം, പ്രതിരോധ ശേഷിയുള്ള ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ രോഗത്തെ തടയാനായിട്ട് സാധിക്കുന്നു ശരീരത്തിന്. അപ്പൊ ആ ശരീരത്തിന് ആ ഒരു കഴിവ് നേടിക്കൊടുക്കാനായിട്ട് സഹായിക്കുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന 18ഓളം പോഷക ഘടകങ്ങളാണ്. അതായത് ഒരു മനുഷ്യ ശരീരത്തിന് വേണ്ട 22 പോഷകങ്ങളിൽ 18ഉം അടങ്ങിയിട്ടുള്ള പ്രകൃതിയിലെ ഒരേ ഒരു ഫുഡെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പൈറലിനെ ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ലോകാരോഗ്യ സംഘടന ഇംസാം എന്ന് പറയുന്ന ഒരു സമിതിക്ക് തന്നെ രൂപം കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ഇംസാമിന്റെ പ്രവർത്തനം ഇന്ന് എല്ലാ സ്ഥലത്തേക്കും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി
കേരള ഗവൺമെന്റുമായി നടത്തിയ ഒരു ചർച്ചയുടെ റിപ്പോർട്ടാണ് കേരളത്തിൽ ആരോഗ്യ വിപ്ലവത്തിന് അരങ്ങൊരുക്കാൻ സ്പൈറുലിന എന്ന് പറഞ്ഞിട്ട് കേരള ശബ്ദം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, ഇത് അതായത് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും തരാൻ കഴിയുന്ന ഒരു ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഇത് ചെറിയ കുട്ടികൾ മുതൽ ഗർഭിണികൾ മുതൽ എത്ര വയസ്സായവർക്കും രോഗികൾക്കും എല്ലാവർക്കും നിത്യവും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ്. നമ്മളിത് കഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലെ HBയുടെ കുറവ് നികത്താനായിട്ട് ഇത്രയും നല്ലൊരു ഭക്ഷണം വേറെ ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ക്യാൻസറിനെ തടയാനും ബ്ലഡ് പ്രഷറിനെ കറക്റ്റ് ചെയ്യാനും കൊളസ്ട്രോൾ ലെവൽ കറക്റ്റ് ആക്കാനും വെയിറ്റ് കുറയ്ക്കാനും ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും എല്ലാം ഇതിനകത്തെ ഘടകങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. സൂപ്പർ ആഹാരം എന്നാണ് സ്പൈറലിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യം കാക്കും ആൽഗ, അത്ഭുത ഭക്ഷണം. ഇവിടെ പറയുന്നുണ്ട് സ്പൈറലിന രോഗങ്ങളെ അകറ്റുന്ന ഒരു സൂപ്പർ ഭക്ഷണം എന്നാണ്, സൂപ്പർ മരുന്ന് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ ഞാൻ വിശദമായിട്ട് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് സമയമില്ല. അപ്പം ഒരു ചെറിയൊരു അവയർനെസ് മാത്രമാണ്. ഇപ്പം ഗ്യാനോഡർമ ചേർന്ന് നമുക്ക് 100% ക്യാപ്സ്യൂൾ രൂപത്തിൽ തരുമ്പോൾ കാപ്പിയുടെ രൂപത്തിൽ വിവിധ തരം കാപ്പിയായിട്ടും അതുപോലെ ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ടും നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ കോഫി ആയിട്ടും ചായ തന്നെ പലതരം ഉണ്ട്, വെളിച്ചെണ്ണയിൽ ചേർത്ത് തരുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഉപയോഗിക്കാനുള്ള വിവിധ ഭക്ഷണങ്ങളിൽ ഗ്യാനോഡർമ മിക്സ് ചെയ്ത് തരികയാണ്. അതുപോലെ തന്നെ ലയൺസ് മെയിൻ ഒക്കെ നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കോഡിസെപ്പ് നമുക്ക് കോഫി ആയിട്ടും ക്യാപ്സൂൾ ആയിട്ടും കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇന്ന് DXN കമ്പനി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ചെറിയ വിലയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളെ വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ കമ്പനി അടുത്ത സമയം കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒട്ടനവധി പ്രൊഡക്റ്റുകളാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പം എല്ലാത്തിനെ കുറിച്ചും വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് ഒരു 6 ആയുർവേദ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അത് സിംഗിൾ ഹെർബുകളാണ്, മരുന്നല്ല, ഭക്ഷണമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന സീബക്തോൺ ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ബോൺ, എല്ലിനെയും പല്ലിനെയും ആരോഗ്യം കൊടുക്കുന്ന ഹെൽത്തി ബോൺ ഉണ്ട്. അതുപോലെ തന്നെ നോനി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോഡക്റ്റ് ആണ്. അതൊരു പഴത്തിന്റെ ജ്യൂസ് ആണ്. നമുക്ക് പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കാം, ലിവർ ടോണിക് ആയിട്ട് ഉപയോഗിക്കാം, സ്ത്രീകളുടെ കൂട്ടുകാരി എന്ന് വിളിക്കുന്നു. അതായത് സ്ത്രീകളുടെ യൂട്രസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അതുപോലെ തന്നെ ചവനദ്രവ്യ നമ്മുടെ ആരോഗ്യത്തെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റിക്കും എല്ലാം സഹായിക്കുന്ന ചവനദ്രവ്യ. പിന്നെ സിദ്ധോപ്പാൻ എന്ന് പറയുന്ന നമ്മുടെ പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം തയ്യാറാക്കിയിട്ടുള്ള കഫ് സിറപ്പാണ്. യാതൊരു പേടിയും ഇല്ലാതെ നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ കെയർ, നമുക്കറിയാം സോപ്പുണ്ട്. സോപ്പിൽ ഗ്യാനോഡർമ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം സ്കിന്നിന് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഈ സോപ്പ് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഷാമ്പു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനത്തില് പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് ബോധ്യം വന്നത് എന്ന് പറയുന്ന ഈ ഒരു ഷാമ്പു എനിക്ക് തന്ന റിസൾട്ടാണ്. കാരണം ഞാനൊരു 8 വയസ്സ് മുതൽ കൊണ്ടു നടക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമായിരുന്നു എൻ്റെ ടോൺസിലൈറ്റിസ്. ആ ടോൺസിലൈറ്റിസ് മാറാൻ എന്നെ സഹായിച്ചത് ഈ ഷാമ്പു ആണ്. കാരണം താരന് വേണ്ടി ഷാമ്പു ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എൻ്റെ ടോൺസിലൈറ്റിസ് മാറി കിട്ടുക എന്നുള്ളതാണ്. അതാണ് ഈ പ്രൊഡക്റ്റ് ആദ്യമായി ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഈ ഷാമ്പു ആണ്. അതിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഉറച്ച ഒരു അറിവ് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ടാൽക്കം പൗഡർ ഉണ്ട്. പേസ്റ്റ് ഒക്കെ എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ വീട്ടിലൊരു ഡോക്ടർ ഉള്ളതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ടൂത്ത് പേസ്റ്റ്. അതില് നമുക്ക് പച്ചക്കറി കൊണ്ടുള്ള ജെല്ലും അതുപോലെ ഗ്യാനോഡർമയും പുതിനയും കുരുമുളകും ഗ്രാമ്പും എല്ലാം അടങ്ങി അതായത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് പല കാര്യങ്ങൾക്ക് DXN പ്രവർത്തകർ ഉപയോഗിക്കുന്നുണ്ട്. കമ്പനി നമുക്ക് പല്ല് തേക്കാൻ തരുന്നെങ്കിലും മുറിവിനും പൊള്ളലിനും കാലുവിണ്ട് കീറുന്നതിനും എല്ലാത്തിനും ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഗ്യാനുഷി ടൂത്ത് പേസ്റ്റ്. അതുപോലെ തന്നെ 20 തരം പച്ചമരുന്ന് ചേർന്നിട്ടുള്ള നീലി മുടി കൊഴിച്ചിലിനും താരനും നല്ല ഉറക്കം കിട്ടാനും എല്ലാം സഹായിക്കുന്നു. അതുപോലെ മസാജ് ഓയില് വേദനയ്ക്കും നമ്മുടെ ബോഡി മസാജിങ്ങിനും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ടീറ്റർ ക്രീം നമുക്ക് വിക്സിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആവി പിടിക്കാനും അതുപോലെ ജലദോഷം വന്നാലും കഫക്കെട്ടിനും എല്ലാം സഹായിക്കുന്നുണ്ട്. പേഴ്സണൽ അതുപോലെ ഇന്റിമേറ്റ് ഹൈജീൻ എന്ന് പറയുന്ന പ്രത്യേകിച്ച് നമ്മളുടെ പ്രൈവറ്റ് പാർട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഇതൊന്നും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഈ പ്രൊഡക്റ്റുകളൊന്നും എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ
പിങ്കുപ്പ്. കാരണം നമുക്കറിയാം വ്യാപകമായ കരൾ വൃക്ക രോഗങ്ങൾ ഉണ്ടാക്കാനും ക്യാൻസർ ഉണ്ടാക്കാനും സഹായിക്കുന്നതാണ് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പ് എന്ന് പത്ര റിപ്പോർട്ടുണ്ട്. അവിടെയാണ് നമ്മളുടെ ശരീരത്തിൽ ആവശ്യമുള്ള മഗ്നീഷ്യവും സിങ്കും പൊട്ടാസ്യവും കോപ്പറും കാൽസ്യം എല്ലാം തരുന്ന പിങ്കുപ്പ് ഉള്ളത്. അപ്പം ഈ ഒരു ഉപ്പ് നമുക്ക് ഒരുപാട് നമ്മുടെ അടുക്കളയിലെ ഒരു ഉപ്പിന്റെ ബ്രാൻഡ് മാറ്റുന്നതിലൂടെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുപോലെ ഫസ്റ്റ് ക്വാളിറ്റി മഞ്ഞൾപ്പൊടിയുണ്ട്, കുർക്കുമിന്റെ ഉള്ളത് നല്ല കൂടുതലുള്ള മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ മുളക് പൊടിയുണ്ട്. ഇതെല്ലാം നമ്മുടെ അടുക്കളയ്ക്ക് വേണ്ടി കമ്പനി തയ്യാറാക്കിയിരിക്കുകയാണ്. അതുകൂടാതെ നമുക്ക് ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ് ഉണ്ട്. ഡൈനാക്ലീൻ എന്ന് പറയുന്നത് നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള സാധനമാണ്. അത് നമുക്ക് ഡ്രസ്സിന്റെ കളർ പോകാതെയും കൈക്ക് അലർജി ഉണ്ടാക്കാതെയും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്ലീനറാണ്. അതുപോലെ തന്നെ ഡിഷ് ക്ലീൻ ഉണ്ട്. നമുക്ക് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന കറ്റാർവാഴയും നാരങ്ങയും ഒക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ളതാണ്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള, കാരണം ഇതൊക്കെ നമുക്ക് ഒരു തരത്തിലുള്ള അലർജി പ്രോബ്ലങ്ങളോ ഒന്നും, ചിലർക്ക് സോപ്പൊന്നും ഉപയോഗിച്ച് പാത്രം കഴുകാൻ പറ്റാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡിഷ് ക്ലീൻ ആണത്. അതുപോലെ തന്നെ മൾട്ടി ക്ലീനർ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ തറ തുടയ്ക്കാനും ബാത്റൂം കഴുകാനും അതുപോലെ വണ്ടി കഴുകാനും ഒക്കെ സെപ്പറേറ്റ് സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ DX അതിനെല്ലാത്തിനും സൊല്യൂഷൻ ആയിട്ട് ഒറ്റ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുകയാണ്, മൾട്ടി ക്ലീനർ എന്ന് പറയും. നമുക്കറിയാം മറ്റുള്ള പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കളർ മാത്രം നോക്കിയാൽ മതി. ഇത് വെളിച്ചെണ്ണ പോലെ അത്രയും ക്ലീൻ ആയിട്ടുള്ളതാണ്. മറ്റേ പല തരത്തിലുള്ള കെമിക്കലുകൾ ചേർന്ന പച്ചയും നീലയും ചുമലയും ഒക്കെ കളറായിരിക്കും. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം. വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി, നമുക്ക് നല്ല രീതിയിൽ ബാത്റൂം ഒക്കെ ആണെങ്കിലും വൃത്തിയാക്കാനും ഒക്കെ നമുക്കൊരു ഹാർപ്പിക്കിന്റെ ആവശ്യമൊന്നുമില്ല. അതിനെല്ലാം പകരമായിട്ട് ഈ മൾട്ടി ക്ലീനർ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ എടുത്തു കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, DXനിലേക്ക് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രൊഡക്റ്റുകളുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ അവർക്ക് DXനിൽ വളരാനായിട്ട് സാധിക്കും. അങ്ങനെ കടന്നു വരുന്ന ഒരു കൺസ്യൂമർ എന്ന നിലയിൽ അവർക്കുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യമുള്ള സാധനം നമുക്ക് കിട്ടുന്നു എന്നുള്ളത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു 5 രൂപയുടെ സോപ്പിന് നമ്മൾ 35-40 രൂപ കൊടുക്കുന്നത് പോലെയല്ല DXന്റെ പ്രോഡക്റ്റ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊന്ന് മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. നമ്മൾ ഏത് സാധനം വാങ്ങിയാലും ഒരു കടയിലേക്ക് നമ്മൾ അത് തിരിച്ചു കൊണ്ടുവന്നാൽ അത് തിരിച്ചെടുക്കൂല, പകരം നമുക്ക് വേറെ സാധനം എടുക്കാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് DXന്റെ പ്രോഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പൈസ തിരിച്ചു വാങ്ങാം. പക്ഷെ നമ്മൾ അതിന്റെ കുറവുകൾ നമ്മൾ പ്രൂവ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ 100% ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് കമ്പനി തരുന്നത്. അത് കമ്പനിക്ക് 100% അവകാശപ്പെടാനുള്ള, അല്ലെങ്കിൽ 100% ഒറിജിനൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കമ്പനിയുടേതെന്ന് കമ്പനിക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ ഉൽപ്പന്നങ്ങൾ ഓരോന്നും, അതായത് കൃഷി ചെയ്യുന്നത് മുതൽ ഉൽപ്പന്നങ്ങളാക്കി ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് വരെ കമ്പനി നേരിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിനിടയിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റും കയറാനുള്ള അവസരം കമ്പനി നിഷേധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 100% ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റ് കിട്ടുന്നു എന്നുള്ളത് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു പ്രോഡക്റ്റിനും, അതായത് നമ്മുടെ അടുക്കളയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും യാതൊരു അറിവും ഇല്ലാതെ പരസ്യത്തിൽ കണ്ട് അവരെന്ത് പറയുന്നു അത് വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കുന്നവരാണ് ജനങ്ങൾ. അവിടെയാണ് DXന്റെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള അവയർനെസ് കൊടുത്തുകൊണ്ടാണ് DXന്റെ പ്രോഡക്റ്റുകൾ ജനങ്ങളോട് ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. ഇതെല്ലാം ഒരു കൺസ്യൂമർ എന്ന നിലയിൽ DXനിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. ഇവിടെ ഞാൻ വേറൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വളരെ രൂക്ഷമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അവിടെയാണ് DXന്റെ ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ നമുക്കറിയാം കായികാധ്വാനം വേണ്ട തൊഴിലുകൾ ഇല്ലാതെയാവും, സാങ്കേതിക വിദ്യ കൈയടക്കും ഈ ജോലികൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും റോബോട്ടുകൾ ഇറങ്ങി, ടീച്ചർമാരും ഹോട്ടലിലെ ജോലിക്കാരും ഒക്കെ ഡ്രൈവർ ഇല്ലാത്ത വണ്ടി ഓടുന്നു വിദേശത്തൊക്കെ. ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ടെക്നോളജിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ലിസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. 2025 ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 14 ഇൻഡസ്ട്രികളെ കുറിച്ചാണ് ഈ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം ഇ-കൊമേഴ്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ജെനോമിക്സ്, ഡ്രോൺ ടെക്നോളജി എല്ലാം നമുക്ക് പലർക്കും ഇതെന്താണെന്ന് പോലും അറിയില്ല. അപ്പം ഇതെല്ലാം ഇന്നത്തെ ടെക്നോളജി ഡെവലപ്പ് ആയതിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഇൻഡസ്ട്രികളാണ്. പക്ഷെ ഇവിടെ എടുത്തു പറയുന്നു ഷെയറിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മറ്റേതൊരു മേഖലയിലേക്കും ഒരു വ്യക്തിക്ക് കടന്നു ചെല്ലണമെങ്കിൽ അതാത് മേഖലയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പരിജ്ഞാനം ഉണ്ടാവണം, അവയർനെസ് ഉണ്ടാവണം, യോഗ്യത ഉണ്ടാവണം.
അല്ലാതെ ഒരാൾക്ക് അത്തരം മേഖലകളിൽ വിജയിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഷെയറിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കും ഒരു കഴിവും അറിവും ഇല്ലാത്ത ആളുകൾക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. കാരണം അവിടെ നമുക്കറിയാം, നമ്മൾ DXന്റെ ഒരു ചായ ഉപയോഗിച്ചു അല്ലെങ്കിൽ ഒരു പേസ്റ്റ് ഉപയോഗിച്ചു, അത് നമുക്ക് എന്ത് ഗുണം തന്നോ അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് IAS അല്ലെങ്കിൽ ഡിഗ്രി ഒന്നും വിദ്യാഭ്യാസം ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യം ഉണ്ട്, മറ്റേത് മേഖലകളിലും നമുക്ക് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലേ ആ ഇൻഡസ്ട്രിയിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ ഷെയറിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമുക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. നമുക്ക് ഒരു 500 രൂപ കൊണ്ടോ 1000 രൂപ കൊണ്ടോ വേണമെങ്കിലും തുടങ്ങാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു 3000 5000 അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് DXനിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ഷെയറിംഗ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു നേട്ടത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ വിശദമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഞാൻ സമയക്കുറവ് കൊണ്ടാണ് ഇതൊക്കെ ഓടിച്ചു പറയുന്നത്. ഇനി ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൽ പ്രൂവൺ സിസ്റ്റമാണ്. അതായത് ഒരുപാട് ആളുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും ആരോഗ്യം കൊണ്ടുവരാനും കഴിയുമെന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ക്യാപിറ്റൽ നമുക്കിവിടെ ആവശ്യമില്ല. അതായത് ഒരു മൂലധനം, വലിയൊരു മുടക്കുമുതൽ ആവശ്യമില്ല. അതുപോലെ തന്നെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ ഇവിടെ ആവശ്യമില്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവർക്കും. ഇവിടെ കണ്ണു കാണാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്, എന്നെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ്. 2 കണ്ണും കാണാത്തതാണ്. ആ ഒരു വ്യക്തി എനിക്ക് തന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു സമയം ഞാൻ അവന് നന്ദി പറയുകയൂടെ ചെയ്യുകയാണ്. അപ്പം ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളുകൾക്കും ഇത് ചെയ്യാം. അതുപോലെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. 90 വയസ്സായ ആളുകളും DXനിലുണ്ട്. നമുക്കറിയാം, ഒരു 65-70 വയസ്സായാൽ ഒരാൾക്കും ഒരു അവസരം കൊടുക്കില്ല ഒരു കമ്പനിയും. പക്ഷെ DXനിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരമുണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫീസ് നീഡഡ്. ഇതിനൊരു ഓഫീസോ അല്ലെങ്കിൽ ഒരു കടമുറിയോ ഒന്നും നമുക്ക് ആവശ്യമില്ല. പഞ്ചായത്തിന് ലൈസൻസ് കൊടുക്കണ്ട. നമ്മുടെ വീട്ടിലെ, നിങ്ങൾക്കിപ്പോ എന്റെ ബാക്കിൽ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്റെ വീട്ടിലെ ഷോപ്പാണ്. അതിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. കാരണം എന്റെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാളെ എന്താണ് ഇതെന്ന് ആദ്യം ചോദിക്കും. അവിടെ അവർക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അപ്പം ഇതാണ് മൈ ഹോം മൈ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് കമ്പനി കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രവർത്തനം. അപ്പം ഈ ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഒരു റിസ്ക്കും ഇല്ല. നമുക്ക് വാടക കൊടുക്കേണ്ടി വരുന്നില്ല, ജോലിക്ക് ആളെ വെക്കേണ്ടി വരുന്നില്ല, കറണ്ട് ബില്ല് വേണ്ട, ഒരു തരത്തിലുള്ള കാശ് മുടക്കം നമുക്ക് ആവശ്യമില്ല. മാത്രമല്ല, നമ്മുടെ പ്രൊഡക്റ്റ് നഷ്ടം വന്നു പോവില്ല. ഇവിടെ റെസിജ്വൽ ഇൻകം എന്നുള്ളത് DXന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ്. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ചെയ്തു വെക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയാലും കൂടി നമ്മൾ ചെയ്തു വെച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുടുംബത്തിന് ഒരു സ്ഥിര വരുമാനം വരുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റെസിജ്വൽ ഇൻകം. വേറെ ഏതൊരു മേഖലയിലും നമുക്ക് ആ ഒരു അവസരമില്ല. പക്ഷേ DXN എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അവരൊക്കെ ഇത് ഉപയോഗിച്ച് നല്ലൊരു ഗ്രൂപ്പ് ഫോം ആയാൽ നമ്മൾ പോയി കഴിഞ്ഞാലും അവരിലൂടെ നമ്മളുടെ ഫാമിലിക്ക് നല്ലൊരു ഇൻകം ഉണ്ടാവും. അതുപോലെ തന്നെ ലിവറേജ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമുക്ക് അറിവില്ലെങ്കിലും കഴിവില്ലെങ്കിലും, നമുക്ക് പ്രസംഗിക്കാൻ അറിയില്ല, ക്ലാസ് എടുക്കാൻ അറിയില്ല, ഇതൊന്നും ഇവിടെ കുറവുകളല്ല. കാരണം ഈ പറയുന്ന അറിവും കഴിവുമുള്ള ആളുകളെ നമ്മൾ ധാരാളമായി നമ്മുടെ ഗ്രൂപ്പിലേക്ക് കടന്നു വരും. അങ്ങനെയുള്ള ആളുകൾ വന്നാൽ അവരുടെ അറിവും കഴിവും സമയവും ഒക്കെ വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിസ്റ്റത്തിൽ വളരാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഹാർഡ് വർക്കാണ്. അത് മാത്രമാണ് ഇവിടെ ആവശ്യമുള്ളത്. അല്ലാതെ നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഫുൾ ടൈം നമുക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഇതിന്റെ പ്രത്യേകതയാണ്. അത് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ മൊത്തത്തിലുള്ള പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, ഇവിടെ ഒരു MLM ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്, എക്സ്ട്രാ ഇൻകം നമുക്ക് ഉണ്ടാക്കാം. ഏതൊരു വരുമാനമുള്ള ആൾക്കും അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം ഉണ്ടെങ്കിലാണ് അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റിനൊക്കെ നീക്കി വെക്കാൻ പണം ഉണ്ടാവുള്ളൂ. അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം, നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വില നോക്കാതെ വാങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു ബോസോ അങ്ങനെ നമ്മളെ നിയന്ത്രിക്കാനൊന്നും ഇവിടെ ആരും ഉണ്ടാവില്ല. അതുപോലെ മോർ ഫ്രീ ടൈം, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏത് പരിപാടിയിലും പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ പോലും ലീവ് കിട്ടിയില്ല അല്ലെങ്കിൽ
പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് സങ്കടപ്പെടുന്നവരാണ്. അതുപോലെ പേഴ്സണൽ ഡെവലപ്മെന്റ്, ഇതിന്റെ ക്ലാസ്സുകളും ഇതിന്റെ ട്രെയിനിങ്ങുകളും നമ്മളിൽ ഒരുപാട് അറിവുണ്ടാക്കും, ഒരുപാട് മാറ്റം ഉണ്ടാക്കും. അത് നമ്മളുടെ വ്യക്തിപരമായ പുരോഗതിയാണ്. അതുപോലെ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റും. ആരോഗ്യം ആവശ്യമുള്ളവർക്ക് നമുക്ക് DXന്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഷെയർ ചെയ്യാം. സാമ്പത്തികം ആവശ്യമുള്ളവർക്ക് നമുക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പറ്റും. അതുപോലെ റിട്ടയർമെന്റ് ബി ഹാപ്പി, നമുക്കറിയാം DXനിൽ കുറച്ചു കാലം വർക്ക് ചെയ്ത് അത്യാവശ്യം നല്ലൊരു ഇൻകത്തിലേക്ക് എത്തിയാൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ആ റിട്ടയർമെന്റ് കാലം സന്തോഷമായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ കൂടുതൽ കൂടുതൽ പുതിയ പുതിയ ആളുകളെ നമുക്ക് പരിചയപ്പെടാനും അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. ഇവിടെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമുക്കിവിടെ സ്മാർട്ട് വർക്കാണ് ആവശ്യം. കാരണം നമ്മൾ ചത്ത് കിടന്ന് പണിയെടുക്കേണ്ടതില്ല. എന്ത് ചെയ്താൽ മതി? കമ്പനി ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, ആ സിസ്റ്റത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ DXന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോ ജോയിനിങ് ഫീ. അതായത് നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ ഒരു ഫീസ് ആവശ്യമില്ല. സ്മോൾ സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട്, ചെറിയ മുതൽ മുടക്കോടെ നമുക്ക് DXനിലേക്ക് ബിസിനസ് ആരംഭിക്കാം. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഹോം ബേസ്ഡ് ബിസിനസ് ആണ്. ടൈം ഫ്രീഡം ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു പോയ കാര്യം തന്നെയാണ്. 10 തരത്തിലുള്ള ഇൻകം ആണ് DXN നമുക്ക് തരുന്നത്. ഈ 10 തരത്തിലുള്ള ഇൻകവും നമുക്ക് ഓരോരുത്തർക്കും നേടാനുള്ള അവസരം DXN നമുക്ക് ഒരുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനുള്ള ടൈം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ DXN 2 തരത്തിലുള്ള മാർക്കറ്റിംഗ് പ്ലാൻ ആണ് നമുക്ക് തരുന്നത്. ഒന്ന് സിംബ് എന്ന് പറയും, സിമ്പിൾ ആൻഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ എന്നാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ മാസവും ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മുടെ അടുക്കളയിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഒറ്റ ബില്ലിൽ 20,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങുക എന്നുള്ളതാണ്. ഈ 3000 രൂപയുടെ പ്രൊഡക്റ്റ് മാസം മാസം വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കുറച്ച് സമയം എടുക്കും അവർക്ക് നല്ലൊരു ഇൻകത്തിലേക്ക് എത്താൻ. എന്നാൽ 20,000 രൂപ ഒന്നിച്ച് ബില്ലടിക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് വരുന്നെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് പ്ലാൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നിങ്ങൾ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ 20,000 രൂപ ഒന്നിച്ച് മുടക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാം. പക്ഷെ ഇവിടെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന, അടുക്കളയിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഒരു 10 എണ്ണം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചായയുണ്ട്, അതുപോലെ ഉപ്പുണ്ട്, പഞ്ചസാരയുണ്ട്, അപ്പം അതുപോലെ എണ്ണയുണ്ട്. ഇവിടെ DXന്റെ ചായ ഉപയോഗിക്കുക, പിങ്ക് ഉപ്പ് ഉപയോഗിക്കുക, അതുപോലെ കോക്കനട്ട് ഷുഗർ അല്ലെങ്കിൽ ജാഗറി ഉണ്ട്, തവിടെണ്ണയുണ്ട്, അതുപോലെ സോപ്പ്, പേസ്റ്റ്, തുണി അലക്കുന്നതുണ്ട്, ഡൈനാക്ലീൻ, ഡിഷ് ക്ലീൻ ഉണ്ട്, മൾട്ടി ക്ലീനർ ഉണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ എല്ലാവരുടെയും വീട്ടിലുണ്ട്. അതില് പഞ്ചസാര മാറ്റി വെക്കാനായിട്ട് നമുക്ക് ജാഗറിയോ കോക്കനട്ട് ഷുഗറോ സഹായിക്കും. വിഷമുള്ള ഉപ്പിന് പകരം നല്ല ഉപ്പ് ഉപയോഗിക്കാം. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന തവിടെണ്ണ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ശരീരത്തിലെ അഴുക്കിനെ പുറത്തു കളയാൻ DXന്റെ ചായ ഉപയോഗിക്കാം. ഇമ്മ്യൂണിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും. സ്കിൻ പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ സോപ്പ്, പല്ലിനെ സംരക്ഷിക്കാൻ പേസ്റ്റ്, ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ബ്രാൻഡ് മാറ്റി ഉപയോഗിക്കുക. ഇവിടെ നമ്മുടെ ലിസ്റ്റിൽ പെടാത്തത്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ അടുക്കളയിൽ, സാധാരണക്കാരന്റെ അടുക്കളയിൽ ഇല്ലാത്ത ഒറ്റ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ, അതാണ് സ്പൈറുലിന. അത് മാത്രമാണ് ഞാൻ അഡീഷണൽ ആയിട്ട് ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അത് നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. നമ്മുടെ പോഷകക്കുറവും രക്തക്കുറവും പരിഹരിക്കാത്തടത്തോളം നമുക്ക് ഒരിക്കലും പ്രതിരോധ ശേഷി കൈവരിക്കാനായിട്ട് സാധിക്കില്ല. അതിന് നമ്മളെ സ്പൈറുലിന സഹായിക്കും. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റുകൾ ബ്രാൻഡ് ചേഞ്ച് ചെയ്താൽ എത്ര നമുക്ക് മുതൽ മുടക്ക് വരും? ഒരു മെമ്പർഷിപ്പ് എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് ആധാറിന്റെ കോപ്പിയും ഒരു ഫോട്ടോയും പാൻ കാർഡിന്റെ കോപ്പിയും ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയും കൊടുത്താൽ നമുക്ക് കമ്പനിയുടെ ഒരു മെമ്പർ ആവാൻ പറ്റും. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത വ്യക്തിക്ക് ഇത്രയും വാങ്ങണമെങ്കിൽ 2,955 രൂപ കൊടുത്താൽ മതി. മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ 3,685 രൂപ കൊടുക്കണം. ഇത്രയും ചെയ്താൽ നമ്മളുടെ അടുക്കളയിൽ നമുക്ക് ഇത്രയും ബ്രാൻഡ് മാറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ വീട്ടിൽ ആരോഗ്യം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അത് നമ്മളൊരു 6 ഫാമിലിയിലേക്ക് ഈ ഒരു അവയർനെസ് എത്തിച്ചുകൊണ്ട് ഈ 6 ഫാമിലിയെയും ഇത്രയും പ്രൊഡക്റ്റ് ബ്രാൻഡ് ചേഞ്ച് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമുക്കൊരു നല്ല ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള അടിത്തറയായി എന്നുള്ളതാണ്. ഇങ്ങനെ ഇതൊരു 4 തട്ടിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ, ഒന്നാമത്തെ തട്ടിൽ നിന്ന് 270 രൂപയും, രണ്ടാമത്തെ തട്ടിൽ നിന്ന് 6,970 രൂപയും, മൂന്നാമത്തെ തട്ടിൽ നിന്ന് 44,970 രൂപയും, അഞ്ചാമത്തെ തട്ടിൽ നിന്ന് 1,37,380 രൂപയും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് 3,000 രൂപയുടെ പ്രൊഡക്റ്റിന് പകരം ഒരു 9,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക്, നിങ്ങൾ ഓരോരുത്തരും കാൽക്കുലേറ്റ് ചെയ്തോളൂ, 1,37,380 ഇൻറ്റു 3, അതായത് 4 ലക്ഷത്തിന് മുകളിൽ നമുക്ക് മാസ വരുമാനം കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലെ
വിഷമുള്ള അല്ലെങ്കിൽ കെമിക്കലുള്ള ഭക്ഷണ സാധനം മാറ്റി നല്ല ഭക്ഷണം, അതായത് DXന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ IOC എന്ന് പറയുന്ന പ്ലാന് നമ്മൾ 20,000 രൂപ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സും ഇല്ല. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ അതിൽ നമുക്ക് കാര്യമായ മെച്ചമൊന്നും വരുമാനമൊന്നും കിട്ടാനും പോണില്ല. ഇവിടെ 20,000 രൂപ ഉണ്ടെങ്കിൽ DXന്റെ ബിസിനസ് നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ ഷോർട്ടായിട്ട് പറയാണ്, 2 പേരെയാണ് 20,000 രൂപയുടെ ബില്ലടിച്ച് നമ്മൾ കൊണ്ടിരുന്നെങ്കിൽ പോലും ഒരു 11 തട്ട് എത്തുമ്പോൾ ആദ്യത്തെ തട്ടിൽ നിന്ന് 15, രണ്ടാമത്തെ തട്ടിൽ നിന്ന് 10, മൂന്നാമത്തെ തട്ട് മുതൽ 11 തട്ട് വരെ നമുക്ക് 5% കിട്ടുന്നത്. അങ്ങനെ 11 തട്ട് എത്തുമ്പോഴേക്കും നമുക്ക് ആ കിട്ടുന്നത് 20,51,000 രൂപയാണ്. ഇത് 6 പേരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ 6 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ 6 തട്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് 2,80,000 മുകളിൽ വരുമാനം കിട്ടുന്നുണ്ട്. ഇവിടെ ഡോക്ടർ നമ്മുടെ എസ് രഞ്ജൻ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ ധർമ്മശീല, 6ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ധർമ്മശീലയും ഡോക്ടർ എസ് രഞ്ജനും ഞാൻ കമ്പയർ ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല. ഇവിടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, ഇതിന്റെ വർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ്. ഒരു ഡോക്ടർ ആവാൻ ഒരുപാട് ചെലവുകളും ഒരുപാട് അധ്വാനവും ഉണ്ടെങ്കിൽ വെറും 6ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ധർമ്മശീല എന്ന് 40 ലക്ഷം 50 ലക്ഷം പ്രതിമാസം DXനിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ നല്ല നല്ല വരുമാനം വാങ്ങുന്ന ആളുകളാണ്. ഇതൊക്കെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ഇത് എനിക്ക് DXN നമുക്ക് തരുന്ന ആരോഗ്യവും സമ്പത്തും മാത്രമല്ല, സന്തോഷവും തരുന്നു. അതിലെനിക്ക് കമ്പനി തന്ന സന്തോഷം എന്ന് പറയുന്നത് ദുബായ്ക്കുള്ള ട്രിപ്പാണ്. ദുബായ്ക്കും അതുപോലെ കുവൈത്തിനും പോകാനുള്ള അവസരം എനിക്ക് തന്നു. ഇതൊക്കെ കുവൈത്തിൽ ഞങ്ങൾ നിന്നിട്ടുള്ള ചിത്രങ്ങളാണ്. അതുപോലെ ഡോക്ടർ രഞ്ജനോടൊപ്പം അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ, അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ എനിക്ക് അവസരം കിട്ടി. ഇദ്ദേഹമാണ് കേരളത്തിലേക്ക് നമ്മളെ DXN പരിചയപ്പെടുത്തിയത്. അതുപോലെ ഡോക്ടർ രത്ന വസുവാൽ, പ്രൊഫസർ വസുവാലയ്യ, അവരോടൊപ്പം വേദി പങ്കിടാനുള്ള അവസരം എനിക്ക് കിട്ടി. ഇതെല്ലാം DXN ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ എനിക്ക് തന്നിട്ടുള്ള നേട്ടങ്ങളാണ്. DXനിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള എല്ലാ നേട്ടങ്ങളും നേടാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിലെ പ്രൊഡക്റ്റുകളുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ IOC ചെയ്യാം. ഏത് പ്ലാൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ ക്ലാസ്സുകൾ കേട്ട് DXനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുക, DXനിലേക്ക് കടന്നു വരിക, ജീവിതത്തിൽ വിജയം നേടുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് DXN.